ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങളൊക്കെ ഇനിയും പക്ഷേ കണ്ടവരൊക്കെ പറഞ്ഞിരിക്കുന്നത് അത് ചാടിക്കടിക്കും, അതിൻ്റെ മുള്ളു കുത്തും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇതിനെ കണ്ടിട്ട് അങ്ങനെയുള്ള ഒരു സംഭവമില്ല കേട്ടോ. അത് ശരിക്കും അങ്ങനെ നിന്ന് തരിക, നമ്മൾ തൊട്ട് നോക്കുവോ എന്ത് വേണമെങ്കിൽ ചെയ്യാം, അത്രയും സോഫ്റ്റായിട്ട്. പക്ഷെ അതിൻ്റെ ആ രോമം ഉണ്ടല്ലോ, ചൂല് പോലെ ഇങ്ങനെ നിൽക്കുക. തൊട്ട് നോക്കിയാൽ പ്ലാസ്റ്റിക് തൊടുന്ന പോലുള്ള ഒരു ഫീലിംഗ് ആണ് അത് വരുന്നത് കേട്ടോ. എന്താന്ന് മനസ്സിലായോ? മുള്ളം പന്നി, എൻ്റെ കർത്താവേ, എല്ലാവരും അതിൻ്റെ പുറകെയായിരുന്നു കേട്ടോ. കാരണം അതിനെ തൊടുമ്പോൾ അത് ഒരു ഫീലിംഗും ഇല്ലാതെ അത് നിന്ന് തരുവാണ്. മുള്ളം പന്നി ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത്. അതിനടുത്ത് പോയി നിന്ന് തൊട്ട് തലോട് എല്ലാം ചെയ്തു. പേടിക്കാനും ഒന്നുമില്ല. പക്ഷെ എൻ്റെ ആ മുള്ളെ തൊടുമ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൽ എന്തോ തൊടുന്ന ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അതല്ലാതെ വേറെ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു അതിനെ അടുത്ത് നിന്ന് കാണാൻ. പിള്ളേർ അതിന്റെ പുറകെ തന്നെയായിരുന്നു കേട്ടോ. അതിന് തൊടുക, അതിനായിട്ട് ഓടിക്കുക, ഇതൊക്കെയായിരുന്നു പരിപാടി. അടുത്ത് നമ്മൾ കണ്ടത് കങ്കാരു പോലെ തന്നെ ഇരിക്കും കേട്ടോ. വാല് ഭയങ്കര കട്ടിയിലാണ് വാല് കണ്ടോ. അതിനെ തനിയെ ഒരു കമ്പിവേലിയിട്ട് ഒരു ഒതുക്കി വെച്ചിരിക്കില്ല, അങ്ങനെയുള്ള ഒരു ഇതിനകത്താണ് ഇതിനെ ഇട്ടിരിക്കുന്നത്. അല്ലാതെ കങ്കാരുവിന്റെ കൂട്ടത്തിലല്ല ഇട്ടിരിക്കുന്നത്, ഇത് വേറെ സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്നത്. ഇതിന്റെ പേര് വല്ലാബി. ഇത് ഓസ്ട്രേലിയ ആണ്, ന്യൂ ജനുയ. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് 2-3 എണ്ണത്തിനോട് സാമ്യമുള്ള ഒരു സംഭവമാണ്. പക്ഷെ അന്ന് ആ ഐറ്റമാണോ അതുമില്ല, അങ്ങനത്തെ ഒരു സംഭവമാണ്. മുഖം കണ്ടാൽ അതുപോലെ തന്നെ ഇരിക്കും. ഇത് ലോകത്തിലേക്ക് ഏറ്റവും വലുതാണ് കേട്ടോ. ഇതിന്റെ പേര് കാപ്പിബറാസ്. എലിയുടെ ഇനത്തിൽപ്പെട്ട ഒരു മൃഗം എന്ന് തന്നെ പറയാം. അതിനെ കണ്ടാൽ ശരിക്കും പന്നി പോലെ തന്നെ ഇരിക്കും. പക്ഷെ പന്നിയല്ലത്, എലിയുടെ ആ കുടുംബത്തിൽപ്പെട്ടതാണ്. അത് ആഫ്രിക്കൻ എലി എന്നാണ് അതിന് പറയുന്നതെന്ന് പറഞ്ഞു. ഇഷ്ടം പോലെ അതിനെ നമുക്ക് തൊടുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന്. കാര്യം എനിക്ക് തോന്നി ഞങ്ങൾ അവിടെ ചെന്ന് കണ്ടതിൽ എല്ലാ മൃഗങ്ങളും കിടന്നും ഇരുന്നും തരും. നമ്മൾ തൊടുകയോ തലോടുകയോ ഫോട്ടോ എടുക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാമായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. ഈ പ്രാവശ്യം പോയ എല്ലാത്തിനെയും നല്ലപോലെ നമുക്ക് അടുത്ത് നിന്ന് കാണാൻ പറ്റി, ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും പറ്റി. ആള് തിരക്കുണ്ടായിരുന്നു, അതെപ്പോഴും കാണുമല്ലോ, വെക്കേഷൻ ആയതുകൊണ്ട് എപ്പോഴും തിരക്ക് കാണുമല്ലോ, തിരക്കില്ലാതിരിക്കത്തില്ല. ബണ്ണി എന്ന് പറയുന്നത് നമ്മുടെ മുയലാണ്. അത് ഇഷ്ടം പോലെ. മുയൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ മുയലല്ലത്, വേറൊരു തരമാണ്. ഒരു മുയൽ എനിക്ക് തോന്നുന്നു നല്ല പന്നിയുടെ അത്രയുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ അതുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ഉച്ചയ്ക്കല്ലേ പോയത്, അതുകൊണ്ട് നല്ല ഉറക്കത്തിന്റെ സമയമായിരുന്നു കൂടുതലും. അതുകൊണ്ട് നമുക്കൊന്നും എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നൊന്നും കാണാനേ പറ്റിയില്ല. പക്ഷെ എന്നാലും ഇഷ്ടം പോലെ എണ്ണത്തിനെ കണ്ടു. ഞങ്ങളതെല്ലാം കണ്ട് രസിച്ച് അങ്ങനെ ചുറ്റി കറങ്ങി. ഇനിയുണ്ട് കേട്ടോ വിശേഷങ്ങൾ, കുറേ വിശേഷങ്ങളുണ്ട്. അന്നത്തെ ഒറ്റ ദിവസം കൊണ്ട് ഞങ്ങൾ ആ ഒരു ഫാമിൽ കണ്ട കാര്യങ്ങളെല്ലാം ഒന്ന് കാണിക്കാം കേട്ടോ. ഇപ്പൊ 2-3 വീഡിയോ ആയിട്ട് അതാണ് ഇടുന്നത്. ഗാർഡന്റെ വീഡിയോ ഇടുന്നതിന്റെ ഇടയ്ക്കാണ് ഇതെല്ലാം കാണിച്ചത്. കാര്യം ഇത് ഉടനെ ഇട്ടില്ലെങ്കിൽ പിന്നെ അതിന് പിന്നെ ഒരു സ്വാരസ്യം കാണത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ടത് കേട്ടോ. ഭയങ്കര വെയിലായിരുന്നു അന്ന്. അപ്പൊ നല്ല വാട്ടർമെലോൺ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അത് മുറിച്ച് കഴിച്ച് നല്ലതാകത്തിന് അതും ഓക്കെ ആയിരുന്നു. നല്ല അടിപൊളി തണ്ണിമത്തൻ കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അന്നത്തെ. എപ്പോഴും വാങ്ങിക്കുന്ന പോലെ ഇല്ലായിരുന്നു. ഈ പ്രാവശ്യം ഒരു വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നു, നല്ലതുമായിരുന്നു. അപ്പൊ അതൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്തിട്ട് അന്ന് ഒരു ദിവസം കൊണ്ട് കുറേ ഞങ്ങൾ ഈ ഫാമിൽ കയറിയത്. അങ്ങനെ ഒരു ദിവസം നല്ല സന്തോഷമായിട്ട് ഒരു സ്പെഷ്യൽ ഡേ അതുമായിക്കൊണ്ട് നന്നായി പോയി. അതിന് ദൈവത്തിന് നന്ദി പറയുന്നു. അപ്പൊ ഇതാണ് മക്കളുടെ ഇന്നത്തെ വീഡിയോ. അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് നിങ്ങൾ എല്ലാവരും മക്കളെ പ്രതീക്ഷിക്കണം കേട്ടോ മക്കളെ.